നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മഞ്ഞളുങ്ങൽ കൊണ്ടൂർക്കര റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മഞ്ഞളുങ്ങൽ കൊണ്ടൂർക്കര റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. മെറ്റലിംഗ് ഇട്ട് റോഡ് റബ്ബറൈസിംഗ് ചെയ്യുവാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോഹസിൻ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി 6 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിനെല്ലാം പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. BMBC നിലവാരത്തിൽ ഇത് ഉയർത്തുന്ന, അതായത് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബറൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ഐറിഷ് ട്രെയിനിന്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച ഭാഗങ്ങളിൽ ഐറിഷ് ട്രെയിൻ ചെയ്യാനുള്ള പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭാഗം കൂടി ഐറിഷ് കൂടുതൽ ചെയ്യേണ്ടി വരും. അതിനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ റോഡിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഇതിന്റെ GSP ഇട്ട് എല്ലാ പ്രവർത്തനം കഴിഞ്ഞു. ഇനി BMBC ആണ് ചെയ്യാനുള്ളത്. ഈ രണ്ടും ചെയ്യുന്നത് ഉടനെ തന്നെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടൂർക്കരയിൽ നിന്ന് ലവ്ലി കോർണർ, നമ്മുടെ മഞ്ഞളുങ്കലിൽ നിന്ന് ലവ്ലി കോർണർ വരെ ഉള്ള റോഡ് വളരെ നല്ല റോഡായിട്ട് മാറും എന്നതിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റി ഭാഗത്തേക്ക് മറ്റൊരു റോഡ് മെയിൻ റോഡിന്റെ പുറമെ പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി മാറുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകളെയും കൂടെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മുടെ ഗവൺമെന്റ് 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറമെ ഇനി മറ്റു ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് 3 കോടിക്കുള്ള പ്രപ്പോസൽ കൂടി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകൾക്ക് പട്ടാമ്പി മണ്ഡലത്തിൽ ഈ വർഷം ചുരുങ്ങിയത് 11 കോടി 12 കോടിയുടെ അടുത്ത് ഗ്രാമീണ റോഡുകൾ മാത്രം നവീകരിക്കാൻ വേണ്ടിയിട്ട്, പഞ്ചായത്ത് റോഡുകൾ നവീകരിക്കാൻ വേണ്ടി അനുവദിച്ചു. മികച്ച റോഡായി കൊണ്ടൂർക്കര മഞ്ഞളുങ്ങൽ റോഡിനെ മാറ്റുമെന്നും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ കൂടി വേഗത്തിലാക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ മറ്റു ജനപ്രതിനിധികളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പടിഞ്ഞാറങ്ങാടി പറക്കുളം കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തിനശിച്ചു. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു ഉണങ്ങിയ പുല്ലിൽ തീ പടർന്നത്. പറക്കുളം NSS കോളേജ് പരിസരം വരെ തീയെത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കുന്നിൻ മുകളിലെ ശക്തമായ കാറ്റും ചൂടും മൂലം തീ അണയ്ക്കാൻ സാധിച്ചില്ല. തുടർന്ന് പുൽക്കാടുകൾ കത്തിയമർന്ന ശേഷമാണ് തീ അണയ്ക്കാനായത്. നിരവധി പേർ കന്നുകാലികളെ പുൽമേട്ടിൽ മേയുന്നതിനായി കെട്ടിയിടാറുണ്ട്. എന്നാൽ അപകട സമയത്ത് കന്നുകാലികളെ കെട്ടിയിടാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. പരുതൂർ അഞ്ചുമൂല നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 1 നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരുതൂർ പഞ്ചായത്തിലെ അഞ്ചുമൂലയുടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നൌഷാദ് മാസ്റ്റർ സ്മാരക വായനശാല ആരംഭിക്കുന്നത്. പ്രദേശത്തുകാരനും വിദ്യാർത്ഥികളിലെ നിറസാന്നിധ്യവുമായിരുന്ന പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായിരുന്ന നൌഷാദ് മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ് വായനശാല പ്രവർത്തിക്കുന്നത്. ഫെബ്രുവരി 1 വൈകിട്ട് 6 മണിക്ക് മന്ത്രി MB രാജേഷ് വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളിൽ ചലച്ചിത്ര നടൻ അപ്പുണ്ണി ശശിയുടെ ഏകപാത്ര നാടകവും അരങ്ങേറും. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ ബാലവേദി കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകവും ഉണ്ടായിരിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നാട്ടിലെ ഒരു വട്ടം യുവാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും എല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഒരു വായനശാല രൂപീകരിക്കും. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന അത്താണിക്കൽ നൌഷാദ് മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ് അഞ്ചുമൂലയ്ക്കകത്ത് ഇത്തരത്തിലൊരു വായനശാല ഞങ്ങൾ രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒട്ടേറെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ്
ഇത്തരത്തിലൊരു വായനശാലയ്ക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാംസ്കാരികപരമായിട്ട് ഒരുപാട് മറ്റു പ്രവർത്തനങ്ങളും നടക്കാതിരുന്ന ഒരു മേഖലയിൽ പുതുതായിട്ട് ഒരു വായനശാല രൂപീകരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഈ വരുന്ന ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് പട്ടാമ്പി നേർച്ചയുടെ മുന്നോടിയായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെയും യോഗം ചേർന്നു. നഗരസഭാ ഹാളിലായിരുന്നു യോഗം. 111ാമത് പട്ടാമ്പി നേർച്ചയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റികളുടെയും മറ്റു ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി നഗരസഭ ഹാളിലായിരുന്നു ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഹാൻഡ് റെയിൽ, ബാരിക്കേഡുകൾ തുടങ്ങി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിടങ്ങളിൽ കയറി നേർച്ച വീക്ഷിക്കുന്നത് പൂർണ്ണമായും തടയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത ബിൽഡിംഗുകളിൽ അടിയന്തരമായി ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകിയതായും യോഗത്തിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും നേർച്ചാഘോഷം കൊണ്ടാടുന്നത്. മറ്റു സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ ടി ശാജി, സ്ഥിരസമിതി അധ്യക്ഷൻ പി വിജയകുമാർ, എൻ രാജൻ, പി കെ കവിത, ആനന്ദവല്ലി, കെ ടി റുക്കിയ, കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമി, കെ മോഹനൻ, കെ ടി ഹമീദ്, സി സംഗീത, കെ സി ദീപ, പി മുനീറ, തഹസിൽദാർ ടി പി കിഷോർ, സി ഐ പത്മരാജൻ, എസ് ഐ മണികണ്ഠൻ, വില്ലേജ് ഓഫീസർ കെ അനിൽകുമാർ, ജോയിന്റ് RTO കെ എ രാജു, KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ടി സുരേഷ്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മുൻവീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ലാവണ്യ, മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബുദ്ധിമുട്ടുകളോടുകൂടി ഈ കോവിഡിനൊക്കെ ശേഷം കോവിഡ് സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഈ ശേഷം നടത്തുന്നതിൽ ചെറിയ അപാകതകളൊക്കെ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് സന്തോഷകരമായിട്ടാണ് വേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതൊരു സന്തോഷമില്ലാത്ത രീതിയായി മാറിപ്പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വേണ്ടത്. അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് എന്താ പറയുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കണം. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ദേശീയോത്സവം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം സൂചിപ്പിച്ചു, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെയും ഹരിതകർമ്മസേനയുടെ എല്ലാവരുടെ സഹായത്തോടു കൂടി ഏകദേശം നേർച്ച കഴിഞ്ഞ പ്രതീതിയേ ഇല്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അത്രയും ഗംഭീരമായി നല്ല വൃത്തിയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ അവരുടെ പ്രയത്നം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി. പ്ലാസ്റ്റിക്കുകളൊന്നും റോഡിൽ വലിച്ചെറിയുന്നൊക്കെ അവർ അത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടേ അതിന്റെ നഗരസഭകളുടെ ശുചീകരണ തൊഴിലാളികളെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഈ വർഷത്തെ കൂറ്റനാട് ദേശോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിലായി നടക്കും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മനാസ്കോ ബിൽഡിംഗിലാണ് ഓഫീസ് തുറന്നത്. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് PA അബ്ദുൾ ഹമീദിന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രവി കുന്നത്ത്, കേന്ദ്ര കമ്മിറ്റി അംഗവും പൊതുപ്രവർത്തകരുമായ ഗഫൂർ ന്യൂബസാർ, രവി മാരാത്ത്, C രവീന്ദ്രൻ, തങ്കമാൻ, ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 5, 6 ആണ് നേർച്ച നടക്കുന്നത്. അതിൻ്റെ 6-ാം തീയതിയാണ്. 4-ാം തീയതി മുതൽ പള്ളി പരിസരത്ത് നേർച്ചയോടനുബന്ധിച്ച് എക്സ്പോ നമ്മുടെ മന്ത്രി നമ്മുടെ MLA മമ്മിക്കുട്ടിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ നേർച്ചാഘോഷ പരിപാടി തുടങ്ങുന്നത്. കേന്ദ്ര നേർച്ച കമ്മിറ്റി വളരെ അച്ചടക്കത്തോടും അതുപോലെ തന്നെ ഭംഗിയായും ഈ നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് നടത്തുന്നത്. യാതൊരു അനവസരങ്ങളുമില്ലാതെ പ്രശ്നങ്ങളുമില്ലാതെ വരുന്ന ആളുകൾക്ക് നേർച്ച ആഘോഷം ഭംഗിയായി ആസ്വദിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 തൃത്താലയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഭക്ഷ്യ സ്വയം പര്യാപ്തത, സുരക്ഷിത ഭക്ഷണം, മൂല്യവർദ്ധിത കൃഷി പ്രോത്സാഹനം, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഉൽപാദന മൂല്യവർദ്ധിത സേവന വിപണന മേഖലകളുടെ സമഗ്രമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ എന്നിവയാണ് കൃഷി സമൃദ്ധി പദ്ധതി ലക്ഷ്യമിടുന്നത്. കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉത്പാദന സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭജന സംയോജനത്തിലൂടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 107 പഞ്ചായത്തുകളാണ് ആദ്യഘട്ടത്തിൽ കൃഷി പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 11 പഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. തൃത്താല മണ്ഡലത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 ശനിയാഴ്ച പകൽ 3:30 തൃത്താല വീക്കിക്കടവ് ലുസൈൻ പാലസിന് സമീപം സജ്ജമാക്കുന്ന ചടങ്ങിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A കൃഷ്ണകുമാർ, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ K മാരിയത്ത് കിബിദിയ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ് തൃത്താല. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതം വ്യാകരണത്തിൽ ഡോക്ടറേറ്റ് നേടി കൂറ്റനാട് സ്വദേശിനിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപികയുമായ K ആരതി. കൂറ്റനാട് ആമക്കാവ് തറമൽപ്പടി അയ്യപ്പന്റെയും ലീനയുടെയും മകളായ ആരതി ചാലിശ്ശേരി സ്വദേശിയായ ദിലീപിന്റെ ഭാര്യ കൂടിയാണ്. ചാലിശ്ശേരി GCC ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ഫെബ്രുവരി 1 ശനിയാഴ്ച രാത്രി 8 തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും UAE GCC കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയാണ് രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. രണ്ടാമതെത്തുന്ന ടീമിനും ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം പുലരിക്കോക്കൂരും എക്സലന്റ് തൃത്താലയും തമ്മിൽ മത്സരിക്കും. കേരളത്തിലെ പ്രമുഖ 16 ടീമുകൾ മത്സരിക്കുന്നുണ്ടെന്നും ടൂർണമെന്റിന്റെ വിജയത്തിന് പ്രവാസികൾ, സ്കൂൾ അധികൃതർ, PTA എന്നിവരുടെ മികച്ച സഹകരണമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കളിക്കുന്നതിൽ GCC ക്ലബ്ബ് താരങ്ങളുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവൽ കളിക്കുന്നതിൽ GCC താരങ്ങളുണ്ട്. എസ്പെഷ്യലി കേരള പോലീസിന്റെ ഈ വർഷത്തെ സർവീസ് സന്തോഷ് ട്രോഫി സർവീസസ് ടീമിൽ അമ്പാടിയുടെ അനുജനായ ശ്രേയസ് കളിക്കുന്നുണ്ട്. GCC അംഗമാണ്. ഇതിനു മുന്നേ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അമ്പാടി 2 വർഷം സന്തോഷ് ട്രോഫി ടീമിൽ അംഗമായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജോ ജേക്കബ്, കോർഡിനേറ്റർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം CV മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ഒരുപാട് പേര് സർക്കാർ സർവീസുകളിൽ ഇന്ന് കാണാൻ കഴിയും. അവിടെയൊക്കെ ഒരു അടിത്തറ എന്നുള്ളത് അവരൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് GCC എന്നുള്ളത് ചാലശ്ശേരിയുടെ ഒരു വികാരമായ ഒരു ക്ലബ്ബാണ്. അതേപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യം, പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വിളയൂർ പഞ്ചായത്തിൽ വ്യായാമക്കൂട്ടിന് തുടക്കമായി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യായാമക്കൂട്ട് എന്ന പേരിലാണ് വ്യായാമ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ പരിശീലനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യഘട്ടം നടപ്പാക്കുന്നത്. വ്യായാമക്കൂട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, രാജീവ് മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സരിത, വാർഡ് മെമ്പർ PK സിന്ധു, CDS ചെയർപേഴ്സൺ അമ്പിളി, കില ഫാക്കൽറ്റി O ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആരോഗ്യ ശുചിത്വ മഹാസഭ റിസോഴ്സ് പേഴ്സണിനുള്ള സാക്ഷ്യപത്രങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. 100 വീട്ടുമുറ്റങ്ങളിൽ പ്രതിദിന വ്യായാമമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള പരിശീലന പരിപാടിയും ആരംഭിച്ചു. കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയ്ക്ക് പട്ടാമ്പിയിൽ ഒരുക്കം. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയ്ക്ക് വേദിയാകുന്നത്. ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് ഭക്ഷ്യമേള നടക്കുന്നത്. മേലെ പട്ടാമ്പിയിൽ സജ്ജമാക്കുന്ന ഭക്ഷ്യമേളയിൽ ജില്ലയിലെ 30 കുടുംബശ്രീ സംരംഭകരാണ് രുചിയുടെ കലവറ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരിപാടിയുടെ വിപുലമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ കരുത്തും കഴിവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിനും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി എന്നുള്ള നിലക്കും ഒക്കെയാണ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. നമ്മൾ സരസ് മേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സരസ് മേള ഇപ്പോൾ വളരെ റീസെന്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാവില്ല. അതുകൊണ്ടാണ് ജില്ലാതലത്തിലുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേള അത് പട്ടാമ്പിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. 30ഓളം സ്റ്റാളുകളിൽ പ്രദർശനം, വിപണനം എന്നിവ ഉണ്ടാകും. കുടുംബശ്രീയുടെ വിവിധ കഫേ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനതുൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കും. ലൈവ് ഫുഡ് സ്റ്റാളുകളും ചെറുധാന്യ വിഭവങ്ങളുടെ പ്രത്യേക സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കും. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫെയറും ഉണ്ടാകും. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, വി രമണി, രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, തഹസിൽദാർ TP കിഷോർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മേഴത്തൂർ മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വെള്ളിയാഴ്ച നടക്കും. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പുണ്ടാകും. വൈകിട്ട് തിറ, ബാൻഡ് വാദ്യമേളം, ശിങ്കാരിമേളം, തായമ്പക എന്നിവയും ഉണ്ടാകും. പുലർച്ചെ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, തുടർന്ന് തോൽപ്പാവക്കുത്ത് എന്നിവയോടെ ഉത്സവാഘോഷം സമാപിക്കും. കർഷക കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ക്ഷീരകർഷകർ നൽകുന്ന പാലിന് സബ്സിഡി നൽകുക, കാലിത്തീറ്റ വില കുറയ്ക്കുക, രാസവള വില കുറയ്ക്കുക, വന്യജീവി ആക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് B ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. PV മുഹമ്മദ് അലി, K വിനോദ്, ശക്തി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.